ഓഫ് റോഡ് ട്രക്കിംഗ് ആണ്. മാമലക്കണ്ടത്തെ ഇത്രയും പ്രശസ്തമാക്കിയത് ഈ കവാടവും ഈ വെള്ളച്ചാട്ടവും കേട്ടോ. ഒതുങ്ങിയിട്ട് മല കയറാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ക്യാമറാമാന്മാരായ ഗോപുവും നന്ദുവും പപ്പയും കൊച്ചച്ഛൻ്റെ മകൻ കണ്ണും കേട്ടോ കൂടെയുള്ളത്. മല കയറാൻ തയ്യാറായത് കൊമ്പം നിൽക്കണം നിപ്പ് കണ്ടോ. ഫ്രണ്ടുള്ള ജീപ്പിൻ്റെ കൂട്ടത്തില് ഒരു താറ് കയറണുണ്ടെങ്കിൽ ഞാനും പോകുമ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്തു കേട്ടോ. വിനോദത്തോടൊപ്പം അല്പം സാഹസികതയും കൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും ഒന്നും നോക്കണ്ട, നേരെ മാമലക്കണ്ടം പോലെ അടിപൊളി. അപ്പോൾ നമ്മൾ മാമലക്കണ്ടം കാണാൻ വന്നിട്ട് മാമലക്കണ്ടത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ കൊയിനിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. നമുക്കത് ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കിയാണ്. ഇടുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആ ഭാഗം അത് കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഷിപ്പ് യാർഡും ഒക്കെ കാണുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗമൊക്കെ നമുക്ക് ഈ മലയുടെ അങ്ങേ ചെരുവിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഈ പ്രദേശമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അതിമനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്, അതിമനോഹരമായ ഒരു ട്രെക്കിങ്ങും. അപ്പോൾ മാമലക്കണ്ടം കാണാൻ വന്നവർ ആരാണെങ്കിലും പിന്നീട് ഇനി എപ്പോഴാണെങ്കിലും കൊയിനിപ്പാറയ്ക്ക് വരാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള മഴയുണ്ടോ. അപ്പം എന്തേ മത്സരൻ്റെ ചായക്കടയുടെ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ാണ് ഈ മഴ പെയ്തിരുന്നെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് വന്നേനെ കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുകയാണേ. ആനയെ വഴിയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മാമലക്കണ്ടത്തു നിന്ന് കുട്ടമ്പുഴയ്ക്ക് പോയി നോക്കി, കണ്ടില്ല. തിരികെ 6 മൈൽ വന്നിട്ട് വീണ്ടും മാമലക്കണ്ടത്തിന് പോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് ദേ മുന്നിൽ ആന. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം കേട്ടോ. 2 ആനയും ഒരു ആനക്കുഞ്ഞുണ്ട്. വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ ഭാഗത്തുള്ള ആനകൾ അധികം ശല്യക്കാരില്ല കേട്ടോ. എങ്കിലും കുട്ടമ്പുഴയിൽ നിന്നും മാമലക്കണ്ടത്തേക്കും 6 മൈലിൽ നിന്നും മാമലക്കണ്ടത്തേക്കും ഒക്കെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം രാത്രി യാത്രകളിൽ. കാരണം ഏതു സമയത്തും ഇവിടെ ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും നൈറ്റ് സവാരിയൊക്കെ ആയിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും നേരെ പോരെ മാമലക്കണ്ടത്തേക്ക്.